ജീവിതം ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുക. ഈ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും തീരുമാനിക്കുന്നത് ഭഗവാനാണ്. ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതും കടന്നു പോകേണ്ടതുമായ വഴികൾ തീരുമാനിക്കേണ്ടതും ഭഗവാൻ തന്നെയാണ്. എങ്കിലും എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ ഭഗവാനോട് പറയാ. ഒരു വിവാഹം കഴിച്ച ഭർത്താവും കുട്ടികളുമായി ഈ ലോകത്തിലെ സാധാരണ ജീവിതം ജീവിച്ച് ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാവാതെ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ഭഗവാനിൽ ലയിക്കണം. എൻ്റെ അച്ഛനെ എനിക്ക് വിഷമിപ്പിക്കാനോ എതിർക്കാനോ സാധിക്കില്ല. അച്ഛൻ്റെ നല്ല മകളായി എനിക്ക് ജീവിക്കണം. അതിനുശേഷവും ജീവിതം ബാക്കിയുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഭക്തിയായി ജീവിക്കണം. അത്രമാത്രം മതി എനിക്ക്. ഇനിയെല്ലാം ഭഗവാന്റെ തീരുമാനം. എല്ലാം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആഹാ, അന്ന് ദേവ ബിൽഡേഴ്സിൽ ജോലി കിട്ടിയല്ലോ അല്ലേ? കിട്ടി സർ. അന്ന് ഇന്റർവ്യൂവിന് പോകും മുമ്പ് സാറിനോട് സംസാരിച്ചത് ഉപകാരപ്പെട്ടത്. നല്ല കാര്യം. അറിയാതെയാണെങ്കിലും എന്റെ വാക്കുകൾ ഇന്നും പലർക്കും ഉപകാരപ്പെടുന്നു കേൾക്കുന്നത് സന്തോഷ. സാറ് അറിയാതെ പറഞ്ഞതാന്ന് തോന്നിയില്ല. എല്ലാം അറിയുന്നത് പോലെയാ തോന്നിയത്. അതിപ്പോ എന്തായാലും ഉപകാരപ്പെട്ടല്ലോ, അത് മതി. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഉണ്ട് സർ, നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പഠിത്തം കഴിഞ്ഞു, ജോലിയായി, ഇനിയിപ്പോ അടുത്തത് വിവാഹമാണോ?